ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറീൻ്റെ റെസിപ്പി കേട്ടോ. ഇതിൽ ഞാൻ പുളി യൂസ് ചെയ്യുന്നില്ല. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന ടൈം മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു ഉള്ളിൻ്റെ പകുതി ഉള്ളിയാട്ടോ ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് അതും അതിൻ്റെ കൂടെ 3 അല്ലി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പകുതി വന്നതിന് ശേഷം ഞാൻ 3 തക്കാളി, മീഡിയം സൈസ് ആയിട്ടുള്ള 3 തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായി കട്ട് ചെയ്തിട്ട് കേട്ടോ. ഈ ഒരു തക്കാളീൻ്റെ പുളിയാട്ടോ ഈ കറിക്ക് മെയിനായിട്ട് വരുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇളക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞു വന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇനി നിങ്ങൾ മൺചട്ടി എടുക്കുകയാണെങ്കിൽ ചിലതിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മുളക് പൊടി മല്ലി, മുളക്, മഞ്ഞൾ മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന മുളക് എങ്ങനെയാ അതുപോലെ എടുക്കുക. ഇനിയിപ്പോൾ മല്ലി മുളക് സെപ്പറേറ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് എടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് ആ ടൈം ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഈ ടൈം ഒന്നും മുളക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ പൊതുവേ മുളക് കറി ഉണ്ടാക്കുന്ന ടൈം മുളക് പൊതുവേ ഒഴിവാക്കാറ് പതിവ്. അതേപോലെ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുന്ന ടൈം മീൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മുള്ളനാട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയാന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പിന്നെ ആ ടേസ്റ്റ് ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഏത് മീനും ഇതേപോലെ കറി ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു മീനാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ മീനിട്ടാൽ കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേഗം വേകുന്ന മീനാണ്. പിന്നെ ചട്ടിയും കൂടി ആയതുകൊണ്ട് തീ ഓഫായാൽ ഇത് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായാലും എന്തായാലും പറയണം കേട്ടോ. അങ്ങനെ ലാസ്റ്റായിട്ട് കുറച്ച് കരിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ടുള്ള കറി കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും